നമ്മുടെ ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ്. അപ്പം ബ്രെയിനും അതേപോലെ തന്നെ കോഗ്നിറ്റീവ് ഫംഗ്ഷനും പ്രോപ്പർ ആണെങ്കിലാണ് നമ്മുടെ ബോഡി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന 5 ഫുഡ് ഐറ്റംസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്. നമുക്കറിയാം വാൾനട്ട്, ആൽമണ്ട്, അങ്ങനെ പല ടൈപ്പ് നട്ട്സുകൾ ഉണ്ട്. അപ്പൊ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റി എങ്കിലും ഡെയിലി ബേസിസിൽ നമ്മുടെ ഫുഡിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാം. ഒമേഗ 3 പ്രസന്റഡ് ആണ്. ഇത് ബ്രെയിൻ ഫംഗ്ഷനിങ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഫാറ്റി ഫിഷസ് ആണ്. നമുക്കറിയാം മത്തി, അയില, കൊഴുവ ഇതൊക്കെ നമ്മുടെ ഫുഡിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. ഇത് ആക്ച്വലി ഒമേഗ 3 പ്രസന്റഡ് ആണ്. ബ്രെയിൻ ഡെവലപ്മെന്റിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം ഫിഷ് ഒന്നും കഴിക്കത്തില്ലാത്തവരാണെങ്കിൽ ഒമേഗ 3 സപ്ലിമെന്റ്സ് എടുക്കുന്നതും നല്ലതാണ്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ബെറീസ് ആണ്. ബെറീസിനകത്ത് ആക്ച്വലി ആന്റി ഓക്സിഡൻസും ഫ്ലേവനോയിഡ്സും പ്രസന്റഡ് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ മെമ്മറിയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റിനകത്ത് ആക്ച്വലി ഫ്ലേവനോയിഡ്സും അതേപോലെ തന്നെ കഫീനും ആന്റി ഓക്സിഡൻസും പ്രസന്റഡ് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ടെർമറിക് ആണ്. ടെർമറിക് ആക്ച്വലി ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മുടെ ഫുഡിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ പ്രോപ്പർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. താങ്ക്